താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ 2024 നമ്മൾ ആദ്യത്തെ മലയാളം ക്ലാസ്സിൻ്റെ സമയത്തായിരുന്നു അന്ന് ആദ്യമായി വന്നത്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദിയും ഒരു പ്രത്യേക അഭിനന്ദനവും അറിയിക്കുന്നുണ്ട്. കാരണം നമ്മളിത് തുടങ്ങിയ സമയത്ത് വളരെ ചെറിയൊരു പ്രോഗ്രാമായിട്ടാണ് തുടങ്ങിയത്. കാരണം അതിനു മുമ്പ് അല എന്ന് പറയുന്ന സംഘടന മലയാളം ക്ലാസ്സുകൾ പേഴ്സണലായിട്ട് നടത്തുന്നത് വളരെ കുറവായിരുന്നു. കാരണം അതാത് സ്ഥലങ്ങളിൽ ചെറിയ കുറച്ച് ചാപ്റ്റേഴ്സേ നമുക്കുള്ളൂ. അതാത് ചാപ്റ്റേഴ്സിൽ നമ്മൾ ചെറിയ രീതിയിൽ അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇൻട്രസ്റ്റ് ഉള്ള പഠിപ്പിക്കാൻ താല്പര്യമുള്ളവർ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. അത് പിന്നീട് നമ്മൾ കോവിഡിൻ്റെ സമയത്താണ് റിമോട്ട്ലി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ റിമോട്ട്ലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഒരു പൂൾ ഓഫ് ടീച്ചേഴ്സിനെ അറേഞ്ച് ചെയ്ത് അമേരിക്കയിൽ അങ്ങോളമുള്ള കുറേ വിദ്യാർത്ഥികൾ നമുക്ക് കിട്ടി. അതും വളരെ ലിമിറ്റഡ് ആയിരുന്നു പഠിപ്പിക്കുക. അത് ഒരു പ്രത്യേക രീതിയിലാണ് നടന്നു പോയത്. പിന്നെ കോവിഡ് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ക്ലാസ്സിലേക്ക് കുട്ടികൾക്ക് വരാൻ പറ്റുന്നുള്ളൊരു അവസ്ഥ എത്തിയപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തൊക്കെ സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കാമെന്ന്. ആ സമയത്തായിരുന്നു നമ്മളെ ഭാഗ്യത്തിൽ വിഷ്ണുവും ജ്യോതിയും ഇങ്ങനെ ഒരു ഇത് ഏറ്റെടുക്കാൻ തയ്യാറായതും. അങ്ങനെയാണ് നമ്മൾ 2024 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊരു ഇങ്ങനെ രീതിയിലൊരു ഇതാവും എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുട്ടികൾക്ക് മലയാളം ക്ലാസ് കൊണ്ടുപോവാം. മലയാളം മിഷന്റെ പാഠ്യപദ്ധതി ഉണ്ട്, അത് വെച്ച് നമുക്ക് മുന്നോട്ട് പോവാം. എങ്ങനെ വരുന്നു നോക്കട്ടെ എന്നുള്ളൊരു പരീക്ഷണാർത്ഥം നടത്തിയൊരു സംഭവം ഞാൻ പറയുകയാണെങ്കിൽ ഇത്രയും വലിയൊരു വിജയമാവുന്ന അതൊരു സങ്കല്പിക്കാൻ പറ്റാത്ത പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും. കാരണം നമ്മൾ എല്ലാവരും പല പല ജോലി തിരക്കുകളുടെ ഇടയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ആരുടെയും മെയിൻ പ്രൊഫഷൻ ഇതല്ല. എല്ലാവരും അവരവരുടെ രീതിയിൽ പല കാര്യങ്ങളിലും തിരക്കിലും ബഹളത്തിലുമാണ്. കൂടാതെ കുട്ടികൾക്ക് 100 ആക്ടിവിറ്റീസാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഈ ശനിയും ആഴ്ചയും ഞായറാഴ്ചയും അത് തന്നെ വിഷ്ണുവിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ വിഷ്ണു പറയുന്നത് ഒരാഴ്ച ഒരു ലൊക്കേഷനിലാണെങ്കിൽ അടുത്ത ആഴ്ച വേറെ ലൊക്കേഷനിലാണ്. ഇതിനൊക്കെ നമ്മൾ മെനക്കെടാൻ തയ്യാറാവുന്നത് വലിയൊരു കാര്യമാണ്. കാരണം അതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക ചിലപ്പോൾ ഈ മലയാളം എന്നുള്ള ഭാഷയുടെ ഒരു ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും. കാരണം നമ്മുടെ തലമുറ നമ്മളിപ്പോൾ ചിന്തിക്കുന്നതും കരയുന്നതും സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ആലോചിക്കുന്നതൊക്കെ നമ്മുടെ ഭാഷയിലായിരിക്കും. ഞാൻ എന്തെങ്കിലും ചീത്ത പറയുകയാണെങ്കിൽ തന്നെ ആദ്യം അത് മലയാളത്തിൽ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് ഉള്ളിലുള്ളതുകൊണ്ട് നമുക്കത് നമ്മുടെ കുട്ടികൾക്കത് ചിലപ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ എത്രത്തോളം നമുക്കത് പകർന്നു കൊടുക്കാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു ശ്രമവും അതിനൊരു ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. അതിനുവേണ്ടി മെനക്കെടുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ കുട്ടികൾക്കും അതിനോട് ചിലപ്പം കുട്ടികളൊക്കെ പ്രായമായി വരുന്ന സമയത്ത് കുട്ടികളുടെ ചിന്തകളും രീതികളൊക്കെ അതാത് സ്ഥലത്തുള്ളതുമായിട്ട് ചിലപ്പോൾ കണക്റ്റഡ് ആയിട്ട് പോകും. അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതൊരു ഇങ്ങനെ ഒരു മലയാളം ക്ലാസ്സിന്റെ ഭാഗമായിട്ടും ഇതുപോലെയുള്ള നർച്ചറിങ് ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് അവർക്ക് നമ്മളുടെ നാടിനെ പറ്റിയും നമ്മുടെ ഭാഷ നമ്മൾ ചെയ്തു വന്ന രീതികൾ അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ അത് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ പിന്നെ മലയാളം ലൈബ്രറി അത് കഴിഞ്ഞ കൊല്ലം അതും ഒരു പരീക്ഷണമായിരുന്നു. അപ്പോൾ നമുക്ക് എത്രത്തോളം പുസ്തകങ്ങളും കാര്യങ്ങളും കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുന്നു, കുട്ടികൾക്ക് വായനയിലൂടെ ഇമാജിനേഷൻസ് കൊണ്ടുവരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. കാരണം നമുക്ക് ഒരു വിഷ്വൽ കാണുന്നതിനേക്കാളും കൂടുതൽ വിഷ്വൽ ഓൾറെഡി നമ്മളെ കാണിച്ചു കഴിഞ്ഞു. അത് കണ്ടിട്ട് നമ്മൾ അതിൽ നിന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ചൊരു പുസ്തകം വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് അൺലിമിറ്റഡ് ഇമാജിനേഷനാണ്. ഒരു എഴുത്തുകാരനെ എങ്ങനെ വേണമെങ്കിലും എഴുതാം, വായിക്കുന്ന ആൾക്ക് അതിനേക്കാളും കൂടുതലായിട്ട് ഇമാജിൻ ചെയ്യാം. അപ്പൊ ആ ഒരു ഇതായിരുന്നു. അതുകൊണ്ടെടുത്ത ആദ്യം സംസാരിക്കുന്ന സമയത്തും നമ്മൾ
ഈ റീഡേഴ്സ് ക്ലബിനെ പറ്റി സംസാരിക്കുമ്പോഴും ഒക്കെ ഇതൊക്കെയായിരുന്നു നമ്മളെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഇപ്പൊ ഞാനൊരു സാധനം വായിക്കുന്നത് നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതും ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നതും ഡിഫറെന്റ് ആയിരിക്കും. അത് തന്നെ ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ വായിച്ചതായിരിക്കില്ല പോലെ ആയിരിക്കില്ല എനിക്ക് 25ാമത്തെ വയസ്സിലോ 40ാമത്തെ വയസ്സിലോ തോന്നുന്നത്. കാരണം അതിനനുസരിച്ച് നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ഇമാജിനേഷനും കാര്യങ്ങളൊക്കെ മാറും. അപ്പൊ ഈ പുസ്തകങ്ങളിലൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് തന്നെ അതൊരു വലിയ കാര്യം കൂടിയാണ്. അപ്പൊ ഇതുപോലെയുള്ള എല്ലാ പരിപാടികൾക്കും അല എന്ന സംഘടനയുടെ ഭാഗത്ത് നിന്ന് എന്നാലാവുന്നതും അലയ്ക്ക് ചെയ്യാൻ പറ്റുന്നതും എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഇതിവിടെ ഏറ്റെടുത്ത് വളരെ വിജയകരമായി ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിങ്ങളെല്ലാവരോടും നന്ദിയും അഭിനന്ദനവും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. അടുത്തതായിട്ട് അലയുടെ നാഷണൽ കമ്മിറ്റിയിൽ നിന്ന് നാഷണൽ ജനറൽ സെക്രട്ടറി നമുക്കൊരു ആശംസ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേഷാണ്, അലയുടെ നാഷണൽ സെക്രട്ടറി. അല വിസ്കോൺസിൻ ചാപ്റ്ററിന്റെ സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് കൾച്ചറിന്റെ ആനുവൽ ഷോയ്ക്ക് എല്ലാവിധ ആശംസകൾ. ആ ആനുവൽ ഷോയിൽ പെർഫോം ചെയ്യുന്ന നമ്മുടെ മലയാളം ക്ലാസ്സിലെ ഓരോ വിദ്യാർത്ഥികൾക്കും എൻ്റെ പേരിലും അലയുടെ പേരിലും അല നാഷണൽ എക്സിക്യൂട്ടീവ്സിന്റെ പേരിലും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഇവിടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾക്ക് നമ്മുടെ പൈതൃകം, നമ്മുടെ സംസ്കാരം, നമ്മുടെ മാതൃഭാഷ ഇതെല്ലാം നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. അതിന് വിസ്കോൺസിൻ ചാപ്റ്റർ എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് വളരെ വിലപ്പെട്ടതാണ്. ആ വിസ്കോൺസിൻ ചാപ്റ്ററിനെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികൾ, അവരുടെ പാരന്റ്സ്, അതിനുവേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്ന അധ്യാപകർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.